അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ജിൻഡോ വാടാ ചക്കരെ എന്ന് പറഞ്ഞ് വിളിച്ച് ജിൻഡോയെ ഹഗ് ചെയ്യുമ്പോഴറിയാം ആ മനുഷ്യന്റെ ക്വാളിറ്റി. കാരണം അത്ര നന്നായിട്ടാണ് ജിൻഡോ ശ്വേതയോടാണെങ്കിലും അല്ലെങ്കിൽ സാബുവിനോടാണെങ്കിലും പെരുമാറിയത്. അത് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു എന്നത് ആ വിളിയിൽ നിന്ന് നമുക്കറിയാം. വേറെ ആരോടും ഇത്രയും സ്വീറ്റ് ആയിട്ട് ശ്വേത അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോ അത്രയും റെസ്പെക്ട് കൊടുത്തുകൊണ്ടാണ് ശ്വേതയുടെ അടുത്തും സാബുവിന്റെ അടുത്തും ഒക്കെ ജിൻഡോ അവിടെ നിന്നത്. അത് അയാളുടെ ഒരു നല്ല ക്വാളിറ്റിയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് പോയി മാസ് കാണിക്കാനും എല്ലാവരെയും നിഷേധിക്കാനുമുള്ള ഒരു ഇടമല്ല. മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും ഈഗോ മാറ്റിവെച്ച് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു ഇടം കൂടിയാണത്. മനുഷ്യനെ അവന്റെ എല്ലാ തലങ്ങളിലൂടെയും സഞ്ചരിക്കാൻ സഹായിക്കുന്ന, എല്ലാ അവസ്ഥകളിലൂടെയും കടന്നുപോകാൻ സഹായിക്കുന്ന ഒരിടമാണ്. അവിടെ നമുക്ക് ചിലപ്പോ ദേഷ്യപ്പെടേണ്ടി വരും, കരയേണ്ടി വരും, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരും, ചിലപ്പോ വലിയ അപമാനം സഹിക്കേണ്ടി വരും. ഇതിനെല്ലാം തരണം ചെയ്താണ് നമ്മൾ മുന്നേറേണ്ടത്. എന്തായാലും ശ്വേതയുടെ ആ ചക്കരേ വാട എന്ന് പറഞ്ഞ വിളി ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.